JINU'S Academyയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ OET പഠനത്തിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സും ട്രിക്സും വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിസണിങ്ങിൻ്റെ പാർട്ട് ബി ആണ്. ലിസണിങ്ങിൻ്റെ പാർട്ട് ബിയിൽ ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ എന്ന് പറയുന്നൊരു റൂളുണ്ട്. ഈ ഒരു റൂളിനെ പറ്റി പല കുട്ടികൾക്കും അറിയില്ല. ഇപ്പം ആദ്യമായിട്ട് കേൾക്കുന്നവരും കാണുമായിരിക്കും അല്ലേ. അപ്പം ഇങ്ങനെ ഒരു സംഭവം OET ലിസണിങ്ങിലുണ്ട്. ഈ ഒരു ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് OET ലിസണിങ്ങിലെ പാർട്ട് ബിയിൽ കുറച്ച് മാർക്കുകൾ സേവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് നമ്മളത് ക്രാക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വിത്ത് എക്സാമ്പിൾ സഹിതമാണ് നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ലിസണിങ്ങിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലിസണിങ്ങിന്റെ അതായത് ലിസണിങ് പാർട്ട് ബിയിൽ നമുക്ക് എങ്ങനെയാണ് ലിസണിങ്ങിന്റെ പാർട്ട് ബി ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. നമുക്ക് എല്ലാവർക്കും അറിയാം ലിസണിങ്ങിന്റെ പാർട്ട് ബി 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലിസണിങ്ങിനുള്ളത്. പാർട്ട് ബിക്ക് 6 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ഓരോ മാർക്കും വിലപ്പെട്ടതാണ് കേട്ടോ. നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ലിസണിങ്ങിന്റെ 6 ക്വസ്റ്റ്യൻസ് നമുക്ക് 6ൽ ഒരു 5 മാർക്കെങ്കിലും നമ്മൾ വാങ്ങണം. 6ൽ 6 വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ഒരു 5 നമുക്ക് ഷുവർ പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം കമ്പാരിറ്റീവ്ലി പ്രസൻറ്റേഷനെ അപേക്ഷിച്ച് നോക്കുമ്പം ലിസണിങ്ങിന്റെ പാർട്ട് ബി എളുപ്പമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പല സ്റ്റുഡൻസിനും പാർട്ട് ബിയിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രവണത കാണാറുണ്ട്. അതിൻ്റെ പ്രധാന റീസൺ അശ്രദ്ധയാണ്. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലിസണിങ്ങിൻ്റെ പാർട്ട് ബിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൂളാണ്, ഒരു ടെക്നിക്കാണ്. അതിന് പറയുന്ന പേരാണ് ജെൻഡർ ഫോർകാസ്റ്റ്. ജെൻഡർ ഫോർകാസ്റ്റ് ഉപയോഗിച്ചിട്ട്, ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ലിസണിങ്ങിൻ്റെ പാർട്ട് ബിനെ നമുക്ക് മറികടക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഒരു റൂള് എല്ലാ ക്വസ്റ്റിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റിൽ നമ്മൾ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ലിസണിങ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കാര്യം മനസ്സിലാക്കാം. നമ്മൾ OET ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, നമുക്ക് ലിസണിങ് സ്കില്ല് നമുക്ക് ആവശ്യമുണ്ട്. ഈ ലിസണിങ് സ്കില്ല് നമുക്കറിയാം, ലിസണിങ്ങിന്റെ എക്സാമിന് ലിസണിങ് മാത്രം പോരാ അല്ലേ, ശരിക്കും നമ്മൾ റീഡും കൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ലിസൺ മാത്രമല്ല ചോദ്യം നമ്മൾ റീഡ് ചെയ്യാണ്. അപ്പം ലിസണിങ്ങും റീഡിങ്ങും വരുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് എന്താ പറയുക, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഡുവൽ ടാസ്ക്, 2 കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യാൻ പൊതുവേ നമുക്ക് എല്ലാവർക്കും മടിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. പക്ഷേ നമുക്ക് ലിസണിങ്ങിൽ ആ ഒരു സ്കില്ല് വേണം അല്ലേ. ഡുവൽ ടാസ്ക്, എന്താ ഡുവൽ ടാസ്ക്? സെയിം ടൈം യു ഹാവ് ടു ലിസൺ ആൻഡ് യു ഹാവ് ടു റീഡ് അല്ലേ. സൈമിൾട്ടേനിയസ്ലി ആണ് ലിസണിങ് റീഡിങ് നടക്കുന്നത്. അപ്പോൾ ബ്രെയിനിന് കുറച്ച് ഡബിൾ വർക്ക് എൻ്റെ അഭിപ്രായത്തിൽ, ഇരട്ടിപ്പണിയാണ് ബ്രെയിനിന്. അപ്പോൾ റീഡിങ് മാത്രം ചെയ്താൽ മതി. ഇത് ലിസണിങ്ങിൽ നമ്മൾ ലിസണിങ്ങും ചെയ്യണം, റീഡും ചെയ്യണം അല്ലേ. അതാണ് ഇവിടെ പ്രശ്നം വരുന്നത്. അപ്പം ബ്രെയിനിന് അപ്പോൾ നമ്മൾ കുറച്ച് വർക്ക് കൂടുതലായതുകൊണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ വർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ പേരെന്താണ്? ജെൻഡർ ഫോർകാസ്റ്റ്. അപ്പോൾ ഞാൻ ആ മെത്തേഡിനെ കുറിച്ച് ആദ്യം പറയാം. അതിനുശേഷം നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ സൊല്യൂഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ജെൻഡർ ഫോർകാസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ലിസണിങ്ങിൻ്റെ പാർട്ട് ബി ക്വസ്റ്റ്യൻസിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുക. ആദ്യം ഞാൻ ആ ജെൻഡർ ഫോർകാസ്റ്റ് റൂളിനെ കുറിച്ച് പറയാം. പേര് തന്നെ അതിൻ്റെ എല്ലാ സംഗതിയും ഉണ്ട്. ഇപ്പം ജെൻഡർ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, ആണാണോ പെണ്ണാണോ അല്ലേ. അപ്പം മെയില് ഫീമെയിൽ അങ്ങനെയാണ് അതാണ് ഉദ്ദേശിച്ചത്, ജെൻഡർ ഉദ്ദേശിച്ചത്. ഫോർകാസ്റ്റ് എന്നുള്ള വേർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരു പരിധി വരെ. അതായത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, പ്രിഡിക്റ്റ് ചെയ്യുക, ഫോർകാസ്റ്റ്. സാധാരണ ഈ ഫോർകാസ്റ്റ് എന്നുള്ള വേർഡ് നമ്മൾ അധികം മാനേജ്മെന്റിലാണ്. ഇപ്പോൾ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ആക്ച്വലി അതിൻ്റെ സാധ്യത, അത് എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യും, പ്രൊഡിക്റ്റ് ചെയ്ത ശേഷമായിരിക്കും ആ ബിസിനസ് നമ്മൾ സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതേപോലെ തന്നെ നമുക്ക് ജെൻഡർ ഫോർകാസ്റ്റ്, ജെൻഡർ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതായത് ഓഡിയോ കേൾക്കുന്നതിന് മുന്നേ, ഈ ഒരു റൂളിൻ്റെ പ്രത്യേകത ഓഡിയോ കേൾക്കുന്നതിന് മുന്നേ ഉള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റൂളാണ് കേട്ടോ. അതായത് നമുക്കറിയാം ലിസണിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നിങ്ങൾ ലൈക്ക് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 27th ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി നോക്കൂ. അതൊരു ചോദ്യം ഉണ്ടാവും അല്ലേ, യു ഹിയർ എ സീനിയർ കണ്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ചോദ്യമല്ല, അത് ശരിക്കും ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും 27 യു ഹിയർ എ സീനിയർ നഴ്സ് ഗിവിംഗ് ഫീഡ്ബാക്ക് ടു എ ട്രെയിനി ആഫ്റ്റർ എ ട്രെയിനിങ് എക്സസൈസ് കണ്ടോ. ഈ ചോദ്യം ശരിക്കും, ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം വായിച്ച സ്റ്റേറ്റ്മെന്റ് ശരിക്കും ക്വസ്റ്റ്യൻ അല്ല, അത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ്.
അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ? ദ ട്രെയിനി ആക്സെപ്റ്റ്സ് ദാറ്റ് ഹി ഫെയിൽഡ് ടു ഡാഷ്. ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് ചോദ്യം. എന്നിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമുക്ക് ഈ ലിസണിങ്ങിന്റെ പാർട്ട് ബിയിൽ ഒരു ഓഡിയോയുടെ ഡ്യൂറേഷൻ 1 മിനിറ്റ് ആണ്. 6 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓഡിയോസ് ആണ് ലിസണിങ്ങിന്റെ പാർട്ട് ബിക്ക് ഉണ്ടാവുക. 6 ഇൻഡിപെൻഡന്റ് ഓഡിയോസ്. അതിൽ ഒരു ഓഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് ഇതായിരിക്കുകയാണ് ഏകദേശം. അങ്ങനെ 6 വ്യത്യസ്തമായ ഓഡിയോസ്. ഈ ഓരോ ഓഡിയോ കേൾക്കുന്നതിന് മുന്നേ നമുക്ക് ഏകദേശം ഒരു 10 മുതൽ 15 സെക്കൻഡാണ് നമുക്ക് ചോദ്യവും ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഒക്കെ നോക്കാനുള്ള സമയം, ഓപ്ഷൻസ് ഒക്കെ വായിക്കാനുള്ള സമയമുണ്ട്. ഏകദേശം 10 മുതൽ 15 സെക്കൻഡാണ്. ആ 10 മുതൽ 15 സെക്കൻഡ് നമുക്ക് വായിച്ച ശേഷമായിരിക്കും നമുക്ക് ഓഡിയോ കിട്ടുക, അല്ലെങ്കിൽ ഓഡിയോ പ്ലേ ആവുക. അത്രയും സമയം നമുക്ക് വായിക്കാനുള്ള സമയമാണ് ആക്ച്വലി. ഈ 15 സെക്കൻഡ് വായിക്കാനുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന റൂളാണ് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്ന ജെൻഡർ ഫോർകാസ്റ്റ് റൂള്. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. 27th ക്വസ്റ്റ്യൻ. ഇപ്പോൾ ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഡിയോ കേൾക്കുന്നതിന് തൊട്ട് മുന്നേ കിട്ടുന്ന 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഓഡിയോയിൽ വരാൻ പോകുന്ന കഥാപാത്രങ്ങൾ, ക്യാരക്ടേഴ്സ്, അവരുടെ ജെൻഡർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സൂചകങ്ങളുണ്ട്. എല്ലാ ക്വസ്റ്റ്യനിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇപ്പോഴേ പറയുന്നു. പക്ഷേ അധികവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് വെരി ഗുഡ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് വളരെയധികം എളുപ്പപ്പണിയായി. കാരണം നിങ്ങൾ നോക്കി 27 ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. യു ഹിയർ എ സീനിയർ നേഴ്സ് ഗിവിംഗ് ഫീഡ്ബാക്ക് ടു എ ട്രെയിനി ആഫ്റ്റർ ട്രെയിനിങ് എക്സസൈസ്. അതായത് ഒരു സീനിയർ നേഴ്സും ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷൻ? ഒരു സീനിയർ നേഴ്സും പിന്നെ ഒരു ട്രെയിനിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ആ ഒരു സെന്റൻസ് നമുക്ക് ജെൻഡർ പറയാൻ ബുദ്ധിമുട്ടാണ്, അവിടെ വേറെ ഒന്നും കൊടുത്തില്ല. പക്ഷെ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം കണ്ടോ? ദ ട്രെയിനി ആക്സെപ്റ്റ്സ് ദാറ്റ് ഹി ഫെയിൽഡ് ടു. അവിടെ ഹീ എന്നുള്ള വേർഡ് നിങ്ങൾ കണ്ടില്ലേ? ഹീ എന്നുള്ള പ്രോണൗൺ അല്ലേ? അപ്പൊ ഹീ കണ്ടല്ലോ. ഹീ ആണ് ആക്ച്വലി അവിടുത്തെ നമുക്ക് ജെൻഡർ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ്, കീ വേർഡ്. അതായത് ജെൻഡർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ്. ഹീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവൻ. അപ്പൊ ദാറ്റ് മീൻസ് ട്രെയിനി ആക്സെപ്റ്റ് ദാറ്റ് ഹീ ഫെയിൽഡ് എന്ന് പറയുമ്പോൾ ട്രെയിനി ആരാണ്? ആണാണ്. അപ്പം നമുക്ക് ഈ ഓഡിയോ കേൾക്കുന്നതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കേൾക്കാൻ പോകുന്ന ഓഡിയോയിൽ ലൈക്ക് ഒരു ട്രെയിനി ആണാണ്. അപ്പം മറ്റേ ആളാരായിരിക്കും? സീനിയർ നേഴ്സ് ലേഡി ആയിരിക്കും. പൊതുവേ നമുക്ക് ഡയലോഗ് വരുന്ന സമയത്ത് ഒരാൾ ആണാണെങ്കിൽ മറ്റേ ആൾ പെണ്ണായിരിക്കും. പൊതുവെ അങ്ങനെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ വരുള്ളൂ എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു 95% കേസിൽ അങ്ങനെ തന്നെയാണ്. അപ്പം ഇവിടെ കൃത്യമായിട്ട് ട്രെയിനി ആണാണ്. അപ്പം നമ്മുടെ ബ്രെയിനിനോട് പറയണം, നമ്മൾ കേൾക്കാൻ പോകുന്ന ഓഡിയോയിൽ ട്രെയിനി ആണാണ്, മെയിലാണ്. സീനിയർ നേഴ്സ് ആരായിരിക്കും? ലേഡി ആയിരിക്കും. അപ്പം ട്രെയിനി ആണാണെന്ന് മനസ്സിലായല്ലോ. അപ്പം ഇനി നമ്മൾ ഓഡിയോ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. കാരണം നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കണം. ട്രെയിനി ആക്സെപ്റ്റ്സ് ദാറ്റ് ഹി ഫെയിൽ ടു. അപ്പോൾ ട്രെയിനി മെയിലാണ് അല്ലേ? മെയിലാണ് ട്രെയിനി. അപ്പം മെയിലായിട്ടുള്ള ആ ട്രെയിനി എന്താണ് ആക്സെപ്റ്റ് ചെയ്തത്? ഫെയിൽഡ്, ലൈക്ക് എന്തോ ഒരു കാര്യം അംഗീകരിച്ചിട്ടുണ്ട്, അതായത് എന്തോ പരാജയപ്പെട്ടു അല്ലേ? ഹി ഫെയിൽഡ് ടു ഡാഷ്. അപ്പം ദാറ്റ് മീൻസ് ലൈക്ക് ഒരു കാര്യം സമ്മതിക്കുകയാണ് ട്രെയിനി, മെയിലാണ്. അപ്പം നമ്മുടെ ഓഡിയോയിലെ മെയിൽ എന്താണ് സമ്മതിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഫീമെയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ആ മെയിലിൻ്റെ വാചകങ്ങൾ പ്രത്യേകം നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ? ഹി ഫെയിൽ ടു. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് വായിക്കാം. ഹി ഫെയിൽ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തു അല്ലേ? ഇനി നമുക്ക് അതായത് ഓഡിയോ കേൾക്കുന്നതിന് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്തു, നമുക്ക് മനസ്സിലായി ട്രെയിനി ആരാണ്? മെയിലാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ബ്രെയിനിന് മെയിൽ വോയിസ് ട്രെയിനിയുടെ വോയിസ് ആണ്. അപ്പോൾ ഓഡിയോ കേൾക്കുന്നതിന് മുന്നേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അല്ലേ? നമുക്ക് ആ കൺഫ്യൂഷൻ നോക്കണം. ഇതിൽ സീനിയർ നേഴ്സ് ആരാണ് സംസാരിക്കുന്നത്, ഇതിൽ ലൈക്ക് ട്രെയിനി ആരാണെന്ന് ഭയങ്കര ഡൗട്ട് വരും നമുക്ക്. അതുകൊണ്ട് അതാണ് ഈ ജെൻഡർ ഫോർകാസ്റ്റ് റൂളിൻ്റെ പ്രത്യേകത. നമുക്ക് ആ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ കേൾക്കുന്നതിന് മുന്നേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ബ്രെയിനിന് ഇരട്ടി പണി ഇല്ല, കുറച്ച് പണി കുറഞ്ഞു കിട്ടും, കുറച്ചുകൂടി സ്മൂത്തായി ചിന്തിക്കാൻ പറ്റും. റൈറ്റ്. ഇനി നമുക്ക് ഓപ്ഷൻ നമുക്ക് ഈ മെറ്റീരിയൽ ഒന്ന് ചെയ്യാം. നമുക്ക് ആദ്യം ഓപ്ഷൻ ഒന്ന് വായിക്കാം. എന്താണ് ആക്സെപ്റ്റ്? ഹി ഫെയിൽ ടു ലൊക്കേറ്റ് ദ CPR ബോർഡ് ക്വിക്ലി ഇനഫ്. He failed to deal with the CPR board on his own. He failed to install the CPR board correctly. 3 ഓപ്ഷൻസിന്റെ മീനിങ് ആക്ച്വലി അതായത് CPR ബോർഡ് ക്വിക്ലി ഇനഫ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്, അത് പരാജയപ്പെട്ടു, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്, പരാജയപ്പെട്ടു എന്നുള്ളത് പുള്ളി അംഗീകരിക്കുന്നതാണോ? ദെൻ CPR ബോർഡ് ഓൺ ഹിസ് ഓൺ, അതായത് ഹി ഫെയിൽ ടു ഡീൽ വിത്ത്, അതായത് CPR ബോർഡ് സ്വന്തമായി പുള്ളിക്കാരന് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണോ പുള്ളി ആക്സെപ്റ്റ് ചെയ്യുന്നത്? അതോ ഹി ഫെയിൽ ടു ഇൻസ്റ്റാൾ ദ CPR ബോർഡ് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണോ പുള്ളിയുടെ ആക്സെപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ പുള്ളി പരാജയപ്പെട്ട കാര്യം, അല്ലെങ്കിൽ പുള്ളി പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുന്ന കാര്യം അതാണോ? നമുക്ക് ആക്ച്വലി ഈ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. ഓഡിയോ കേട്ട ശേഷം നമുക്ക് ഇതിലേക്ക് വീണ്ടും വരാം. Question 27. You hear a senior nurse giving feedback to a trainee after a training exercise.
Now read the question. Okay, that went quite well, didn't it? But it took you a while to work out where the CPR board was kept. Yeah. So, what does that tell you about this scenario? We need to check where things are before doing anything else. Exactly. And of course, it takes a second or two to put the head of the bed down, because you've got to have that part of the bed flat before you slip the board in. I wish there was a quicker way. So, do I put the CPR board under, or would I normally hand it over to somebody else? It makes no difference as long as it's done. ഓക്കെ, സോ എല്ലാവരും ഓഡിയോ കേട്ട് കാണും അല്ലേ? സോ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തത വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റും കൂടെ ലൈക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ട്രാൻസ്ക്രിപ്റ്റ് അല്ലേ, നമുക്ക് നോക്കാം. ട്രാൻസ്ക്രിപ്റ്റ് കാണുന്നുണ്ടാവും എല്ലാവരും അല്ലേ? ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അവിടെ നമ്മൾ ആ ഓഡിയോ കേട്ട സമയത്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ആക്ച്വലി അവിടെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അവിടെ മെയിൽ വോയിസ് ആരാണ്? ട്രെയിനിയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ആ ട്രാൻസ്ക്രിപ്റ്റ് നോക്കിക്കേ. ഓക്കെ, കണ്ടോ? ലൈക്ക് അവിടെ ആ ഫീമെയിൽ വോയിസ് പറയുന്നുണ്ട്. ആദ്യം ആ ഫീമെയിൽ സീനിയർ നേഴ്സ് അവിടെ പറയുന്നുണ്ട് ആക്ച്വലി. അതായത് വാട്ട് വെൻ ക്വൈറ്റ് വെൽ ഡിഡിൻ, ഓക്കെ ദാറ്റ് വെൻ ക്വൈറ്റ് വെൽ, എന്തോ ഒരു പ്രോസസ്സ് നന്നായി നടന്നു അല്ലേ, ഡിഡിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഇറ്റ് ടുക്ക് യു എ വൈൽ ടു വർക്ക് ഔട്ട് വേർ ദ CPR ബോർഡ് വാസ് കെപ്റ്റ്. കുറച്ച് വൈൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു കുറച്ച് സമയം എടുത്തല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മെയിൽ വോയിസ് പറയാണ്, നമ്മുടെ ട്രെയിനി പറയാണ്, വി നീഡ് ടു ചെക്ക് വേർ തിങ്സ് ആർ ബിഫോർ ഡൂയിങ് എനിത്തിങ് എൽസ്. ഓക്കെ, നമ്മളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നോക്കാം നമുക്ക്. എന്നിട്ട് ഫീമെയിൽ നേഴ്സ് അത് അഗ്രി ചെയ്യുന്നു. എക്സാക്ട്ലി, ഓഫ് കോഴ്സ് ഇറ്റ് ടേക്സ് എ സെക്കൻഡ് ഓർ ടു പുട്ട് ദ ഹെഡ് ഓഫ് ദ ബെഡ് ഡൗൺ ബിക്കോസ് യു ഹാവ് ഗോട്ട് ടു ഹാവ് ദാറ്റ് പാർട്ട് ഓഫ് ദ ബെഡ് ഫ്ലാറ്റ് ബിഫോർ യു സ്ലിപ്പ് ദ ബോർഡ് ഇൻ. ഐ വിഷ് ദർ വാസ് എ ക്വിക്കർ വേ. അപ്പം അവിടെ ഐ വിഷ് ദർ വാസ് എ ക്വിക്കർ വേ എന്ന് പറയുമ്പോൾ ഫീമെയിൽ ആയിട്ടുള്ള നേഴ്സ് പറയാണ്, ആക്ച്വലി സീനിയർ നേഴ്സ് പറയാണ്, ഇത് കുറച്ചും കൂടെ ക്വിക്കറായി ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ക്വിക്കറായി ചെയ്തില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യം ഇല്ലേ, ഞാൻ വിചാരിച്ചത് അത് കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു നല്ലതായേനെന്ന് പറയുമ്പോൾ സ്പീഡ് ചെയ്തില്ല എന്നല്ല അർത്ഥം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്നിട്ട് മെയിൽ വോയിസ് പറയാണ്, ഓക്കെ ഇത് ഞാൻ CPR ബോർഡ് അണ്ടറിലാണോ വെക്കേണ്ടത് അതോ ലൈക്ക് അത് സമ്പടി ആർക്കെങ്കിലും കൈമാറ്റം ചെയ്യണമെന്ന് പറഞ്ഞു. സോ അപ്പോൾ ഒക്കെ പറയാണ്, അത് എന്തായാലും കുഴപ്പമില്ല, ഇത് കൃത്യമായിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതാണ് കാര്യം, അത് എങ്ങനെ താഴെ വെച്ചാലും മേളിൽ വെച്ചാൽ വിഷയമില്ല, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഇത് വായിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ചോദ്യം? നമ്മുടെ മെയിൽ വോയിസ് അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനി എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? അവിടെ ആക്ച്വലി നമുക്ക് ഓപ്ഷൻ സി നമുക്ക് കൃത്യമായിട്ട് ലൈക്ക് ഓപ്ഷൻ സിയും അതേപോലെ തന്നെ ഓപ്ഷൻ ബി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ പുള്ളി ചെയ്തത് തെറ്റാണെന്ന് ലൈക്ക് പറയുന്നില്ല. ആ മെയിൽ വോയിസ് നോക്കിക്കഴിഞ്ഞാൽ പറയും പുള്ളി ചെയ്തത് തെറ്റാണെന്നല്ല പറയുന്നത്. കാരണം അതാണ് പറയുന്നത് ഹാൻഡഡ് ഓവർ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇത് ഞാൻ അടുത്തതായിട്ട് ഇത് മറ്റുള്ളവർക്ക് കൈമാറും ചെയ്യില്ലേ എന്ന് പറയുമ്പോൾ ഓൾറെഡി ചെയ്തതൊക്കെ ഓക്കെയാണ്. അപ്പോൾ കറക്റ്റായി ചെയ്തില്ല എന്നൊന്നും അല്ല പ്രശ്നം. അവിടെ പ്രശ്നം എന്താണ്? ക്വിക്ക്ലി ഇനഫ് ആയിട്ട് എന്ത് ചെയ്തില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് അഗ്രി ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്വിക്ക്ലി വേദന ചെയ്താൽ പറ്റുമായിരുന്നു നല്ലതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മെയിൽ വോയിസ് ഡിസഗ്രി ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് അതിനെ എതിർത്ത് സംസാരിച്ചില്ല. അപ്പോൾ എതിർത്ത് സംസാരിക്കാത്തത് കൊണ്ട് അത് അഗ്രിമെന്റ് ആയിട്ട് മാറുകയാണ്. കേട്ടോ, ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് ലൈക്ക് ലൊക്കേറ്റ് CPR ബോർഡ് ക്വിക്ക്ലി ഇനഫ്. അപ്പോൾ നമ്മുടെ ആ കൃത്യമായി ചോദിക്കുന്നില്ലേ, ഇത് ഐ വിഷ് ഐ കുഡ്. അപ്പം ദാറ്റ് മീൻസ് അവിടെ ആ മെയിൽ വോയിസിന്റെ ശബ്ദം എടുക്കുകയാണെങ്കിൽ ആ വോയിസ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ മറുപടി എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അതായത് വേഗം ചെയ്യായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പുള്ളി അത് അഗ്രി ചെയ്യണം. കാരണം എതിര് പറഞ്ഞില്ല. പുള്ളിയുടെ വാക്കുകൾ നോക്കുമ്പോൾ എതിര് സംസാരിച്ചില്ല. അപ്പോൾ നമുക്ക് അത് എതിര് പറയാത്തതുകൊണ്ട് അത് അഗ്രി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇൻഡയറക്ട്ലി നമുക്ക് ഈ മൗനം സംഭവം എന്നൊക്കെ പറഞ്ഞല്ലോ ആക്ച്വലി. ഓക്കെ, അങ്ങനെയാണ് ഓപ്ഷൻ എയിലേക്ക് പോയത്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇന്നത്തെ മെത്തേഡിൽ നമ്മൾ ആ ജെൻഡറിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റും, അതാണ് ആക്ച്വലി നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ജെൻഡർ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് മെയിലാണോ ഫീമെയിലാണോ, അങ്ങനെ ആരോട് സംസാരിച്ചു, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റൻ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും, നോക്കിക്കോളൂ. സെക്കൻഡ് ക്വസ്റ്റൻ നോക്കിക്കോളൂ, 28th ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആരോട് സംസാരിച്ചു എന്ന് മനസ്സിലാക്കണം. യു ഹിയർ എ ട്രെയിനി നേഴ്സ് ആസ്കിങ് എ സീനിയർ കൊലീഗ് അബൌട്ട് ദ യൂസ് ഓഫ് ആന്റി എംബോളിസം സോക്സ് ഫോർ എ പേഷ്യന്റ്. ആരൊക്കെ തമ്മിലെ കോൺവെർസേഷൻ? ഒരു ട്രെയിനി നേഴ്സും പിന്നെയും ഒരു സീനിയർ കൊലീഗ് അല്ലേ. ഇവിടെ ഒരു ഹിസ് സീനിയർ കൊലീഗ് എന്നുള്ളത് നിങ്ങൾ അപ്പോൾ അത് നമുക്ക് ജെൻഡർ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം ഹിസ് സീനിയർ, അപ്പം ട്രെയിനി നേഴ്സിന്റെ ഹിസ് എന്ന് വെച്ചാൽ അവന്റെ, ഹെർ എന്ന് വെച്ചാൽ അവളുടെ, ഹിസ് അവൻ്റെ എന്നാണ്. അവൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ്, ട്രെയിനി നേഴ്സ് ആരായിരിക്കണം? ആണായിരിക്കണം. ആണാകുമ്പോഴല്ലേ ഹിസ് പോലെ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെയും ട്രെയിനി നേഴ്സ് ആണാണ് കേട്ടോ, മെയിലാണ്. അപ്പം സ്വാഭാവികമായിട്ടും സീനിയർ കൊളീഗ് ഫീമെയിൽ ആയിരിക്കും. പൊതുവെ അങ്ങനെയാണ് ഓപ്പോസിറ്റ് ജെൻഡർ ആയി വരിക. അപ്പം ഇനി നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കാം. ദ പേഷ്യന്റ് ഈസിന്റ് വെയറിംഗ് ദ സോക്സ് ബിക്കോസ്.
പേഷ്യൻ്റ് സോക്സ് ധരിക്കുന്നില്ല, കാരണം എന്ത്? ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നമ്മളിപ്പോൾ 2 പേര് തമ്മിലുള്ള കോൺവെർസേഷൻ ഡയലോഗ് ആണെങ്കിലും മൂന്നാമതൊരാളും കൂടി ചിലപ്പോൾ കയറി വരും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ട്രെയിനി ഉണ്ട്, മെയിലായിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഓഡിയോ കേൾക്കുന്നില്ല കേട്ടോ. ഓഡിയോ കേൾക്കുന്നതിന് മുന്നേ ജെൻഡർ മനസ്സിലാക്കുന്ന കാര്യം നിങ്ങൾ നോക്കിക്കോളൂ. ഓഡിയോ കേൾക്കുന്നതിന് മുന്നേ ആരാണ് മെയിൽ ആരാണ് ഫീമെയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ബ്രെയിനിന് പണി കുറഞ്ഞു കിട്ടും. അതാണ് ജെൻഡർ ഫോർകാസ്റ്റ് റൂള്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആക്ച്വലി ഇവിടെ ട്രെയിനി നേഴ്സ് മെയിലാണെന്ന് മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും സീനിയർ കൊളീഗ് ഫീമെയിൽ ആയിരിക്കും. പിന്നെ നമുക്ക് പേഷ്യന്റിന്റെ ജെൻഡറും കൂടി ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾ ഓപ്ഷൻസ് വായിച്ച് നോക്ക്. പേഷ്യന്റ് ഈസ് ഇൻ വെയറിംഗ് ദ സോക്സ് ബിക്കോസ് ഷീ ഈസ് സഫറിംഗ് ഫ്രം ആർട്ടീരിയൽ ഡിസീസ് ഇൻ ഹെർ ലെഗ്സ്. ദർ ഇസ് സെൻസറി ലോസ് ഇൻ ഹെർ ലെഗ്സ് ആർ ടു സ്വൊള്ളൻ. അപ്പൊ പേഷ്യന്റ് ഫീമെയിലാ ഉണ്ടോ? അപ്പൊ മൂന്ന് ആൾക്കാരുടെ ജെൻഡർ നമുക്ക് ഓഡിയോ കേൾക്കുന്നതിന് മനസ്സിലായി. അപ്പൊ നമ്മുടെ ബ്രെയിനിന് കുറച്ചും കൂടി എളുപ്പപ്പണിയായി. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ റൂള് ഞാൻ മനസ്സിലാക്കാന്നുള്ളത് നമ്മുടെ പ്രധാന ഈ വീഡിയോയുടെ ലക്ഷ്യം കേട്ടോ. നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം, നോക്കിക്കോളൂ കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പം ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായി വിശ്വസിക്കുന്നു. ആരൊക്കെ തമ്മിലാണ് സംസാരിക്കുന്നത് മനസ്സിലായി. ഇനി ചോദ്യം ശ്രദ്ധിക്കണം. പേഷ്യന്റ് ഈസിന്റ് വെയറിംഗ് ദ സോക്സ് ബിക്കോസ് പേഷ്യന്റ് സോക്സ് ധരിക്കുന്നില്ല. അതിന്റെ കാരണം എന്ത്? പേഷ്യന്റ് സോക്സ് ധരിക്കാത്തതിന്റെ കാരണം എന്ത്? ഓപ്ഷൻസ് എന്താണ്? വായിച്ച് നോക്കാം. ഷീ സഫറിംഗ് ഫ്രം ആർട്ടീരിയൽ ഡിസീസ് ഇൻ ഹെർ ലെഗ്സ്, അതായത് ലൈക്ക് ഇവിടെ കാലുകളിൽ ആർട്ടീരിയൽ ഡിസീസ് സഫർ ചെയ്യുന്നതുകൊണ്ടാണോ ധരിക്കാൻ പറ്റാത്തത്? ദെൻ ദർ ഈസ് സെൻസറി ലോസ് ഇൻ ഹെർ ലെഗ്സ്, അതായത് ലൈക്ക് ലെഗ്സിൽ സെൻസറി ലോസ് ഉള്ളതുകൊണ്ടാണോ? അതാണോ? ദെൻ ഹെർ ലെഗ്സ് ആർ ടു സ്വൊള്ളൻ, വളരെ തടിച്ച അല്ലെങ്കിൽ സ്വൊള്ളൻ കണ്ടീഷനിൽ നിൽക്കുന്നതുകൊണ്ടാണോ? ആക്ച്വലി ലൈക്ക് വീർത്തിരിക്കുന്നതുകൊണ്ടാണോ ലൈക്ക് കയറാൻ പറ്റാത്തത് അല്ലെങ്കിൽ ധരിക്കാൻ പറ്റാത്തത്? ഓക്കെ, നമുക്ക് നോക്കാം ആക്ച്വലി എന്താണ് ഓഡിയോ കേട്ട് നോക്കാം. Question 28. You hear a trainee nurse asking his senior colleague about the use of anti-embolism socks for a patient. Now read the question. I noticed that Mrs. Jones isn't wearing the usual anti-embolism socks, but I didn't want to ask her why not, because she was asleep. Is it because her legs are swollen? Well, sometimes we don't recommend the socks if there's severe swelling with edema, but that's not the case here. Mrs. Jones was actually given them initially on admission last night, but she told us this morning that her lower legs were feeling numb. She described it as having no feeling. Until we've checked out the reason for that, for example, it could be an underlying condition which could damage her arterial circulation. We're reducing the risk of thrombosis by pharmacological means. Oh, I see. ഓക്കെ, സോ എല്ലാവരും ഓഡിയോ കേട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് എടുക്കാം. നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. അവിടെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ആക്ച്വലി ഇവിടെ മെയിൽ അല്ലേ, ട്രെയിനി ആക്ച്വലി ലൈക്ക് ഒരു മെയിൽ ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ഫീമെയിൽ സീനിയർ കൊളീഗ് ആയിരിക്കും. നമുക്ക് നോക്കാം ആക്ച്വലി എന്താണ്. മെയിൽ വോയിസ് പറയാണ്. ഐ നോട്ടീസ് ദാറ്റ് മിസ്സസ് ജോൺസ്, കണ്ടോ, മിസ്സസ് ജോൺസ് പറയുമ്പോൾ പേഷ്യൻ്റ് ഫീമെയിൽ ആണ്. ഈസിന്റ് വെയറിംഗ് ദ യൂഷ്വൽ ആൻറ്റി എംബോളിസം സോക്സ്, ബട്ട് ഐ ഡിഡൻറ്റ് വാണ്ട് ടു ആസ്ക് ഹർ വൈ നോട്ട് ബിക്കോസ് ഷി വാസ് അസ്ലീപ്. Is it because her legs are swollen? Swollen കൊണ്ടാണോ? ആണോ? Well, sometimes we don't recommend the socks if there is severe swelling with edema, but that's not the case here. കണ്ടോ, ഇപ്പോൾ സാധാരണ ഇതിൽ സ്വെല്ലിങ് മൂലം സ്വൊള്ളൻ അങ്ങനെ പ്രശ്നം നീരൊക്കെ കൊണ്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ ഇതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ കട്ട് ചെയ്യാലോ. ഹെയർ ലെഗ്സ് ആർ ടു സ്വൊള്ളൻ തെറ്റാണ്, റോങ് ആണ് അല്ലേ. നമുക്ക് 2 ഓപ്ഷൻസ് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വി ക്യാൻ കണ്ടിന്യൂ ഫ്രം ദ ട്രാൻസ്ക്രിപ്റ്റ് ആക്ച്വലി. Mrs. Jones was actually given them initially on admission last night, but she told us that this morning that her lower legs were feeling numb. She described it as having no feeling. അവിടെ നമുക്ക് സെൻസറി ഡിലേ വരുന്നുണ്ട് അല്ലേ. Until we have checked out the reason for that. For example, it could be an underlying condition which could damage her arterial circulation. We are reducing the risk of thrombosis by pharmacological means. അപ്പം അവിടെ പറയുന്നുണ്ട് ആക്ച്വലി, അവിടെ നമ്മുടെ പേഷ്യന്റ് പറയുന്നുണ്ട് ആക്ച്വലി. ഷീ ഡിസ്ക്രൈബ് ടു പറയുമ്പോൾ അവിടെ ഷീ ആരാണ് ആക്ച്വലി? പേഷ്യന്റ് ആട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ നേരത്തെ ജെൻഡർ കണ്ടായിരുന്നു. അപ്പോൾ പേഷ്യന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ലൈക്ക് ഷീ ടോൾഡ് us this morning that her lower legs were feeling numb. ഒരു നംനെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ, സെൻസറി ലോസ് ഒക്കെ നഷ്ടപ്പെട്ട്. നംനെസ് പറയുമ്പോൾ നമുക്കറിയാലോ ആക്ച്വലി ഒരു ടച്ച് ഒന്നും ഇല്ലാത്ത രീതി നമുക്ക് നമ്മായിട്ട് മരവിച്ച അവസ്ഥ.
അപ്പം നോ ഫീലിംഗ്. അപ്പം ദാറ്റ് മീൻസ് അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പേഷ്യൻസ് അല്ലെ, പേഷ്യൻറ്റിൻ്റെ അവസ്ഥ കൃത്യമായി പറയും. എന്താണ് അവസ്ഥ? ഷീ സഫറിങ് ദർ ഇസ് എ സെൻസറി ലോസ് ഇൻ ഹെർ ലെഗ്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ചെറിയ ഡൗട്ട് വരാം കേട്ടോ, കാരണം ആർട്ടറി ഡിസീസ് അല്ലെ ഉണ്ടാവും എന്നുള്ളത്. അവിടെ എന്താ പറയുന്നത്? സാധാരണഗതിയിൽ ഇനിയിപ്പം അവിടെ ഒരു ഇറ്റ് കുഡ് ബി എൻ അണ്ടർലൈൻ കണ്ടീഷൻ. അത് നമ്മുടെ സീനിയർ നേഴ്സ് പറയുകയാണ്. ആക്ച്വലി ചിലപ്പം അണ്ടർലൈൻ കണ്ടീഷൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ ആർട്ടിയൽ സർക്കുലേഷനൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. സാധ്യത എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഉറപ്പില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത് അവിടെ ഈസിലാണ് കൊടുത്തേക്കുന്നത് അല്ലേ? ഓപ്ഷൻ എങ്ങനെ കൊടുത്തേക്കുന്നത്? ഷീ സഫറിംഗ് ഫ്രം ആർട്ടിയൽ. ഇല്ല, അങ്ങനെ നമുക്ക് ഷീ സഫറിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പ് ഉള്ള കാര്യം നമുക്ക് ഷീ സഫറിംഗ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇറ്റ് കുഡ് ബി എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധ്യതയാണ്. ഷീ മേ ബി സഫറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും ഓപ്ഷനേ സാധ്യത ഉണ്ടായിരുന്നു കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സഫറിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉറപ്പുള്ള ഷീസ് ഗോയിങ്, ഷീസ് കമ്മിങ്, അത് ഉറപ്പുള്ള സിറ്റുവേഷൻ മാത്രം നമുക്ക് ഈസൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത കേസ് നമുക്ക് മേയോ മൈറ്റോ കുഡൊക്കെ ഉപയോഗിക്കാം ഉറപ്പില്ലാത്ത സിറ്റുവേഷനിൽ. ഇവിടെ ആക്ച്വലി കൃത്യമായിട്ട് പറഞ്ഞിട്ട് ദർ ഇസ് സെൻസറി ലോസ് ഇൻ ഹെർ ലെഗ്സ്. വളരെ കറക്റ്റ് ആണ്, സിനോണിമസ് ലാംഗ്വേജ് ആണ്. ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 28th ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ആ ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഈ ഒരു റൂളിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ആരോട് സംസാരിച്ചു, ജെൻഡർ എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് നമ്മുടെ ബ്രെയിൻ ഓഡിയോ കേൾക്കുന്നതിന് മുന്നേ പേഷ്യൻ്റ് ആരാണ്, ഡോക്ടർ ആരാണ്, അല്ലെങ്കിൽ നേഴ്സ് ആരാണ്, ആണാണോ പെണ്ണാണോ, ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് മെയിലാണ്, ഇത് മെയിലാണ്, അപ്പോൾ ഇത് നേഴ്സാണ്, അല്ലെങ്കിൽ ഇത് ഫീമെയിലാണ്, അത് ഡോക്ടറാണ്. നമുക്ക് അങ്ങനെ ബ്രെയിന് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ചിന്ത ഫോക്കസ്ഡ് ആവും. മനസ്സിലായോ? ആ ഒരു ഫോക്കസിങ് പവർ കൂട്ടാനാണ് ഈ ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കുമ്പോൾ ഒന്നും കൂടെ ക്ലാരിറ്റി വരും. നോക്കിക്കോളൂ. യു ഹിയർ ആൻ ഒപ്റ്റോമെട്രിസ്റ്റ് ടോക്കിംഗ് ടു എ പേഷ്യന്റ് ഹു ഇസ് ട്രൈയിങ് കോൺടാക്ട് ലെൻസസ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ. ആ ഇൻഫോർമേഷനിൽ കൃത്യമായിട്ട് നമുക്ക് ജെൻഡർ പറയാൻ പറ്റത്തില്ല. പക്ഷേ ആരൊക്കെ തമ്മിലാണ് സംസാരിക്കുന്നത്? ഒരു ഒപ്റ്റോമെട്രിസ്റ്റും ഒരു പേഷ്യൻറ്റുമാണ്. അടുത്ത സെൻസ് വായിച്ചോളൂ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോളൂ. വാട്ട് ഇസ് ദ പേഷ്യൻറ്റ് കൺസേൺഡ് അബൌട്ട്? കണ്ടോ, പേഷ്യൻറ്റ് എന്തിനാണ് കൺസേൺഡ്? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിലിപ്പം ഓഡിയോ കേൾക്കുന്ന സമയത്ത്, ഇപ്പോൾ ഓഡിയോ നമ്മളിപ്പോൾ പ്ലേ ചെയ്യുന്നില്ല, ഓഡിയോ കേൾക്കുന്നതിന് മുന്നേ എന്തായാലും ഒരു വോയിസ് മെയിലും അടുത്ത വോയിസ് ഫീമെയിലും ആയിരിക്കുമല്ലോ അധികവും. അതിൽ ഒപ്റ്റോമെട്രിസ്റ്റ് ആണാണോ അതോ പെണ്ണാണോ, ഫീമെയിൽ ആണോ പെണ്ണാണോ എന്ന് നമുക്ക് ഓഡിയോ കേൾക്കുന്നതിന് മുന്നേ മനസ്സിലാക്കുകയാണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണോ പെണ്ണാണോ എന്ന്. മനസ്സിലായോ? ഇവിടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കിക്കേ. ഹിസ് ബ്ലഡ് വിഷൻ, സോർനെസ് ഇൻ ഹിസ് ഐസ്, ഹൗ ടു റിമൂവ് ദ ലെൻസസ്. അവിടെ ആ ഹിസ് കണ്ടില്ല നിങ്ങൾ? പേഷ്യൻ്റ് കൺസേൺ എന്താ? അപ്പോൾ ഹിസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പേഷ്യൻ്റ് ആരാണ്? മെയിലാണ്. പേഷ്യൻ്റ് മെയിലാണ്. നിങ്ങൾ ഓഡിയോ കേൾക്കുന്നതിന് മുന്നേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി ജെൻഡർ ഫോർകാസ്റ്റ്. അപ്പോൾ നമ്മൾ മെയിലാണെന്ന് നമുക്ക് മനസ്സിലായി, പേഷ്യൻ്റ് മെയിലാണെന്ന് മനസ്സിലായി. പിന്നെ സംഭവം എളുപ്പമായില്ലേ, കാരണം പേഷ്യൻ്റ് മെയിലാണെങ്കിൽ ഒപ്റ്റോമെട്രിസ്റ്റ് ഫീമെയിൽ ആയിരിക്കും. അങ്ങനെയാണ് വരിക, നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ജെൻഡറാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് കൃത്യമായിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണ് ആക്ച്വലി ഇതിലേക്ക് വരുന്നത്. നമുക്ക് കാണിച്ചു തരാം, ശ്രദ്ധിക്കാം. അതായത് തീർച്ചയായിട്ടും നമുക്ക് പേഷ്യൻ്റ് മെയിൽ ആയതുകൊണ്ട് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. പേഷ്യൻറ്റിൻ്റെ ശബ്ദം എന്നാണ്, കാരണം ഈ കൺസേൺഡ് എന്നൊക്കെ പറയുമ്പോഴേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഐ ആം കൺസേൺഡ് അബൌട്ട് അങ്ങനെ ഡയറക്റ്റ് ഒന്നും നമുക്ക് ചിലപ്പം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ പുള്ളിയുടെ ശബ്ദം വെച്ചിട്ടല്ല, പുള്ളിയുടെ വോയിസ് മോഡുലേഷനൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് കൺസേൺഡിനൊക്കെ കാര്യം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ല? നമ്മൾ ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയത്തില്ല ചിലപ്പോൾ ചില ആൾക്കാർ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അവളുടെ വാക്കിൽ എനിക്ക് മനസ്സിലായത് അവൾ വളരെ നിരാശയാണെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ മുഖത്തൊന്നും അത് പ്രകടിപ്പിച്ചിട്ടില്ല, പക്ഷേ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മൾ. വാക്കിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? അപ്പം അതുമായി ബന്ധപ്പെട്ട ചില വാക്കുകളോ അല്ലെങ്കിൽ വോയിസ് ശബ്ദത്തിന് ഇടർച്ചയോ അതൊക്കെ വെച്ചിട്ടായിരിക്കും വോയിസ് മോഡുലേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് പേഷ്യൻറ്റിൻ്റെ വോയിസ് നന്നായിട്ട് അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നോക്കാം, ഓപ്ഷൻസ് വായിക്കുക. എന്താ കൺസേൺ വായിക്കുക? ഓപ്ഷൻ എ ഹിസ് ബ്ലഡ് വിഷൻ ആണോ, സോർനെസ് ഇൻ ഹിസ് ഐസ് ആണോ, ഹൗ ടു റിമൂവ് ദ ലെൻസസ് ആണോ, ഏതിനാണ് കൺസേൺഡ് ആകലപ്പെട്ടിരിക്കുന്നത്? സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഓഡിയോ കേൾക്കാം. Now look at question 25. You hear an optometrist talking to a patient who's trying contact lenses for the first time. Now read the question. Now, you've had the lenses in for a few minutes. How are they feeling? Not bad. I thought I'd feel them actually touching my eyes, that they'd be sore or prickly, but I can't feel much at all. My eyes do feel a bit watery, though. It's okay. You've just used too much solution. Now, in a few minutes, I'll get you to try taking them out and inserting them again by yourself. I had no trouble taking them out earlier, but I'm not confident about putting them in. I worry I'll press too hard. That's unlikely to happen. Things look rather distorted, though. I mean, I can't make out the letters on that chart. Any of them?
Those lower down. Let's give things another minute to settle down. ഓക്കെ, സോ നിങ്ങൾ ഓഡിയോ കേട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആക്ച്വലി ഇതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് എടുക്കാം. നോക്കിക്കോളൂ, ഇതാ അവിടെ ആ ഒപ്റ്റോമെട്രിസ്റ്റും പേഷ്യന്റ് കൃത്യമായിട്ട് ഡയലോഗ് ട്രാൻസ്ക്രിപ്റ്റ് കാണാൻ പറ്റും അല്ലേ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പേഷ്യന്റിന്റെ അവിടെ മെയിൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഒപ്റ്റോമെട്രിസ്റ്റ് ഫീമെയിൽ ആണ്. അപ്പോൾ ഒപ്റ്റോമെട്രിസ്റ്റ് ആദ്യം ചോദിക്കാറ്, നൗ യു ഹാവ് ഹാഡ് ദ ലെൻസസ് ഇൻ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്, ഹൗ ആർ ദേ ഫീലിംഗ്, എങ്ങനെയുണ്ട്. അപ്പം നമ്മുടെ മെയിൽ പേഷ്യന്റിന്റെ നമുക്ക് ഉത്തരം കൊടുക്കുന്ന മെയിൽ പേഷ്യന്റ് കൺസേൺ ആണ്. നോട്ട് ബാഡ്, ഐ തോട്ട് ഐ വുഡ് ഫീൽ ദം ആക്ച്വലി ടച്ചിങ് മൈ ഐസ്, ദാറ്റ് ബി സോർ ഓർ പ്രിക്കി, ബട്ട് ഐ കാൺ ഫീൽ മച്ച് അറ്റ് ഓൾ, മൈ ഐസ് ഡു ഫീൽ എ ബിറ്റ് വാട്ടറി ദോ. അപ്പോൾ നമുക്ക് വിചാരിച്ച ആക്ച്വലി ഒരു പെയിനൊക്കെ ഉണ്ടാവുന്നത്, പക്ഷേ അങ്ങനെ വലിയ കുഴപ്പമില്ല. മറ്റോളം എന്തായാലും ലൈക്ക് എന്താ പറയുക, ചെറിയ വാട്ടറി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്, കണ്ണിന് വെള്ളം നിറഞ്ഞ പോലെ തോന്നുന്നുണ്ട്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ സോർനെസ് എന്നുള്ളൊരു ഒരു ഓപ്ഷൻ കണ്ടായിരുന്നു നമ്മൾ ആ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത്. ആക്ച്വലി അവിടെ സോർനെസ് നൈസ് എന്നുള്ള വേർഡ് നമുക്ക് തീർച്ചയായിട്ടും കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഓട്ടോമാറ്റിക്സ് പറയാം, ഇറ്റ്സ് ഓക്കെ, യു ഹാവ് യൂസ് ടു മച്ച് സൊല്യൂഷൻ, നൗ ഇൻ എ ഫ്യൂ മിനിറ്റ്സ് ഐ വിൽ ഗെറ്റ് യു ടു ട്രൈ ടേക്കിംഗ് ദം ഔട്ട് ആൻഡ് ഇൻസേർട്ടിംഗ് ദം അഗെയിൻ ബൈ യുവർ സെൽഫ്. അപ്പോൾ പറയാണ് പേഷ്യന്റ് പറയുന്നത്, ഐ ഹാഡ് നോട്ട് ട്രബിൾസ് ടേക്കിംഗ് ദം ഔട്ട് ഏർലിയർ, ബട്ട് ഐ എം നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് പുട്ടിംഗ് ദം, ഐ വറി ഐ പ്രസ് ടു ഹാർഡ്. അപ്പം എനിക്ക് റിമൂവ് ചെയ്യാൻ കുഴപ്പമില്ല. ഐ ഹാഡ് നോ ട്രബിൾ ടേക്കിംഗ് ദം ഔട്ട്. റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു ട്രബിളും ഇല്ല. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഹൗ ടു റിമൂവ് ദ ലെൻസസ് ഒരു കുഴപ്പമില്ല കേട്ടോ, വറിയല്ല, ഹി ഈസ് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് സിയും പോയി കേട്ടോ. അപ്പം പിന്നെ എ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ആക്ച്വലി നമുക്ക് എയുടെ കൺഫർമേഷനിലേക്ക് വരാം. എന്നിട്ട് എന്താ പറയുന്നത്, അൺലൈക്ക് ടു ഹാപ്പൻ പറഞ്ഞിട്ട് നമ്മുടെ പേഷ്യന്റ് പറയുന്നത്, തിങ്സ് ലുക്ക് റാദർ ഡിസ്റ്റോർട്ടഡ് ഇതോ, ഐ മീൻ ഐ കാൻ മേക്ക് ഔട്ട് ദ ലെറ്റേഴ്സ് ഓൺ ദാറ്റ് ചാർട്ട്. കണ്ടോ, ഡിസ്റ്റോർഡ് ആയിട്ടാണ് കാണുന്നത്, ക്ലിയർ ആയി കാണുന്നില്ല. എനിക്ക് ആ ലെറ്റേഴ്സിൽ ചില ലെറ്റേഴ്സ് ഒന്ന് മേക്ക് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല, അത് എനിക്ക് കാണാൻ പറ്റുന്നില്ല മീനിങ് ആണ്. എനി ഓഫ് ദം ചോദിക്കുകയാണ്. അപ്പം ദോസ് ലോവർ ഡൗൺ കാണാൻ പറ്റുന്നില്ല കൃത്യമായിട്ട്. അപ്പം ദാറ്റ് മീൻസ് ബ്ലഡ് വിഷൻ. അതൊന്നുള്ളൂ, സിമ്പിളാണ് അല്ലേ. സോ നമുക്കവിടെ അത് സിമ്പിളായിട്ട് കിട്ടാനുള്ള ഒരു പ്രധാന കാരണം ഞാൻ പറയും, അത് ജെൻഡർ ഫോർകാസ്റ്റിംഗ് കൂടെ ഉള്ളതുകൊണ്ടാണ്. കാരണം നിങ്ങളിത് വിശ്വസിച്ചാലില്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ബ്രെയിനിന് മൾട്ടി ടാസ്കിങ് വരുമ്പോൾ ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. പല സ്റ്റുഡൻസും പറയാറുണ്ട് ആക്ച്വലി ലിസൺ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താണ് പ്രശ്നം, എന്താണ് പരിഹാരം. അപ്പോൾ ഡുവൽ ടാസ്ക് ആണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഡുവൽ വർക്ക് ചെയ്യാറുണ്ടോ? നിങ്ങൾ പാട്ട് കേട്ടുകൊണ്ട് സംതിങ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് വേറെ ആക്ടിവിറ്റി ചെയ്യാറുണ്ടോ? അപ്പോൾ അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഡുവൽ ആക്ടിവിറ്റി ചെയ്ത് നമുക്ക് പരിശീലനം വരും അല്ലേ. ഇവിടെ നമ്മൾ റീഡിങ് ലിസണിങ് ആണ് അറ്റ് എ ടൈം വരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് വർക്ക് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് കുറയ്ക്കണം. വർക്ക് കുറയ്ക്കാനുള്ള ഒരു മെത്തേഡാണ് ജെൻഡർ ഫോർകാസ്റ്റ് റൂള്. അപ്പോൾ നമുക്ക് ആ മെയിൽ ഏതാണോ ഫീമെയിൽ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഡിയോ കേൾക്കുമ്പോൾ അതിൽ മെയിൽ ഏതാണോ ഫീമെയിൽ ആണെന്ന് ഡൗട്ട് അടിക്കില്ല, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും നമ്മുടെ ബ്രെയിൻ. അപ്പോൾ നമ്മൾ ആ ഓഡിയോ ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി തേർഡ് ക്വസ്റ്റ്യൻ എടുത്ത സമയത്ത് ലൈക്ക് പേഷ്യൻ്റ് മെയിലാണെന്ന് ഉറപ്പായിരുന്നു ഉണ്ടോ. അപ്പോൾ നമുക്ക് ഓപ്റ്റോമെട്രിസ്റ്റ് ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ പേഷ്യൻ്റ് മെയിൽ ആയതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ വോയിസ് കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. കാരണം എന്താണ് പേഷ്യൻ്റ് മെയിൽ വോയിസ് കൺസേൺ ആയിട്ട്. അപ്പോൾ ആ ഒരു പുള്ളിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാൻ പറ്റും, റൈറ്റ്. So that answer is actually option A ആണ് കേട്ടോ. സോ ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇസ് ബ്ലഡ് വിഷൻ ആണ് ആൻസർ. സോ ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ലൈക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത്. സോ നമുക്ക് വളരെയധികം ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുന്നു, എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് വർക്ക് കുറയും, എളുപ്പമായും. നിങ്ങളൊന്ന് പരീക്ഷ നോക്കി നോക്കും നിങ്ങൾ. അപ്പം ഞാൻ ഈ വ്യത്യസ്തമായ 3 ക്വസ്റ്റ്യൻസ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് ജെൻഡർ ഫോർകാസ്റ്റിംഗ് എന്നപ്പം ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷനിലായിരിക്കും നമുക്ക് അതിൻ്റെ മനസ്സിലാക്കാൻ പറ്റുക. ചില ക്വസ്റ്റ്യൻസിൽ ചോദ്യത്തിലായിരിക്കും ജെൻഡറിൻ്റെ ഏതിൽ വേർഡ്സോ എറോ, ചിലപ്പോൾ ഓപ്ഷനിലായിരിക്കും ആണോ. അപ്പം ഞാൻ അത് മൂന്നിൽ നോക്കിക്കഴിഞ്ഞാൽ 3 ഞാൻ കാണിച്ചു നോക്കുക അല്ലെ. ഒരു പരിധിവരെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിൽ ഹീ ഫെയിൽഡ് ടു എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു. രണ്ടാമത്തേൽ ഒരു പരിധിവരെ ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷനിലായിരുന്നു ഹിസ് സീനിയർ കൊളീഗ്. മൂന്നാമത്തേൽ ആക്ച്വലി ഹിസ് ബ്ലഡ് വിഷൻ പേഷ്യൻ്റ്, അത് ഓപ്ഷനിലായിരുന്നു കേട്ടോ. 3 വ്യത്യസ്തമായ രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്യുവാണെങ്കിൽ ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് നോക്കുക, വിൽ ബി യൂസ്ഫുൾ. താങ്ക് യു. ഓൾറൈറ്റ്, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ജിനൂസ് അക്കാഡമിക്ക് മനസ്സിലാവേണ്ടത് നിങ്ങളുടെ കമൻസിലൂടെയാണ്. സോ ഫീൽ ഫ്രീ ടു കമൻറ്റ് ബിലോ ദിസ് വീഡിയോ. തുടർന്നും നിങ്ങളുടെ OET പഠനത്തിൽ നിങ്ങളെ സഹായിക്കാൻ ജിനൂസ് അക്കാഡമി കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു.